വലിയ ശല്യമായല്ലോ. എന്തൊരു കൂർക്കം വലിയാണിത്. ഓന്തുകളെ ഉറങ്ങാനും സമ്മതിക്കില്ല. നാശം. ഒരു വിധത്തിലും ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ എന്റെ കാട്ടുചാത്ത. ഹലോ, സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ടൈഗർ പോലീസ് ഹിയർ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? പറയൂ. ബോസ്, അത് ഫോണല്ല, ടൈം പീസ് ആണ്. ടൈം പീസ്. ടൈം പീസോ? നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ബോസ്. എന്താണ്? ആരാണ്? ബോസ് എന്താണ് ടൈം പീസ് എടുത്ത് സംസാരിക്കുന്നത്? അത് മൊബൈൽ ഫോൺ അല്ല. രാവിലെ എഴുന്നേൽക്കാനുള്ള അലാറം അടിച്ചതാണ്. അലാറം. ഓ സോറി, അത് ഞാൻ ഒരു നിമിഷം എന്റെ ശ്രദ്ധയൊന്ന് പതറിപ്പോയി. പതറും. ഇന്നലെ രാത്രി സിറ്റി റെസ്റ്റോറന്റിൽ കയറി മൂക്കുമുട്ട എലിയിറച്ചി തട്ടിയിട്ടല്ലേ കിടന്നത്? അതിന്റെ ക്ഷീണം കാണും. എടോ, എനിക്ക് കുറച്ചുകൂടെ ഒന്ന് കിടക്കണം. അപ്പോൾ ജിമ്മിൽ പോകുന്നില്ലേ? ഇന്നെന്തോ ഒരു വയ്യായിക, ചെറിയ പനിയുണ്ടോ എന്നൊരു സംശയം. നോക്കൂ, ജിമ്മിൽ പോവാതെ കിടന്നുറങ്ങിയാൽ ബോഡി ഫിറ്റ്നസ് നശിക്കും. മനസ്സിലായോ? ഈ മസിലൊക്കെ ഉള്ളതാണ് ആകെ ഒരു സമ്പാദ്യം. ബുദ്ധിയുടെ കുറവ് നികത്തുന്നത് അതുകൊണ്ടാ. എടോ, ഇന്നലെ ആ എലിയിറച്ചി കഴിച്ചതു മുതൽ വയറിനകത്തൊരു കുടുകുടാരവം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വല്ലാതെ വലിച്ചു വാരി തിന്നണ്ടാന്ന്. വേഗം എണീക്ക് ബോസ്, വേഗം എണീക്ക്. ഇന്ന് ഞാൻ കളിക്കില്ല. കളിക്കോ? അല്ലല്ല, ഇന്ന് ഞാൻ കേസ് അന്വേഷണത്തിനൊന്നും പോകുന്നില്ല. വല്ലതുണ്ടെങ്കിൽ നീ അന്വേഷിച്ചാ മതി. ആരെങ്കിലും എന്നെ അന്വേഷിച്ചാൽ ഞാൻ അന്വേഷിച്ചതായി പറയണം. ചേടാ, ഇത് വലിയ പുകിലായല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കുടനെ പോയി കിണ്ണാകൃതിക്കാട്ടിലെ ഉണ്ണി വൈദ്യരെ ഒന്ന് കാണാം. അദ്ദേഹം ഏത് അസുഖവും ഭേദമാക്കും, ഉറപ്പ്. ഏയ്, അതൊന്നും വേണ്ടെന്ന്. വേണം ബോസ്. വയറിളക്കമുള്ള സമയത്ത് വല്ല കേസും അന്വേഷിക്കേണ്ടി വന്നാൽ അത് വലിയ നാറ്റക്കേസാവും കേട്ടാ. എന്നാലും വൈദ്യരെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യരെ കണ്ടാൽ? അതല്ല, ലോകപ്രശസ്ത കുറ്റാന്വേഷകനായ ടൈഗർ വയറിളക്കത്തിന് ചികിത്സ തേടിയെന്ന് നാട്ടുകാരറിഞ്ഞാൽ കളിയാക്കും. ഓ, അതാണോ പ്രശ്നം? പിന്നെ എന്ത് ചെയ്യാനാണ് ബോസിന്റെ പ്ലാൻ? ചുമ്മാ ഇങ്ങനെ കിടക്കാനാ? വിദഗ്ധ ചികിത്സ തേടി അമേരിക്കയിലോ മറ്റോ പോയാലോ എന്നാലോചിക്കുക ഞാൻ. അതാകുമ്പോ നമ്മുടെ അസുഖം എന്താണെന്ന് നാട്ടുകാരറിയില്ല. മാത്രമല്ല ഒരു ഗമയുണ്ടാവും. ബെസ്റ്റ്. വയറിളക്കത്തിന് അമേരിക്കയിൽ ചികിത്സ തേടുന്ന ആദ്യത്തെ ആൾ ബോസ് ആയിരിക്കും. അമേരിക്കയൊന്നും വേണ്ട, നമുക്ക് ആ കിണ്ണാകൃതിക്കാട്ടിലെ ഉണ്ണി വൈദ്യരെ കണ്ടാൽ മതി. എന്നാലും എന്താ കുഴപ്പം? നമ്മൾ നേരെ കിണ്ണാകൃതിക്കാട്ടിൽ ചെല്ലുന്നു, ഉണ്ണി വൈദ്യരെ കാണുന്നു, 50 പൈസയുടെ നീല ഗുളിക വാങ്ങി കഴിക്കുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. എന്താ, ഓക്കെ അല്ലേ? നിർത്തടാ. എന്തു പറഞ്ഞാലും ഒരു ഉണ്ണി വൈദ്യർ. കേട്ട് മടുത്തു. ഇനി ആ പേര് വീട്ടിൽ മിണ്ടിയാൽ നിന്നെ ഞാൻ കാട്ടിലിന് തള്ളി താഴിടും. മനസ്സിലായോ? എന്റെ ബോസേ, ഞാൻ പറയുന്നതൊന്ന് സമാധാനത്ത് കേൾക്ക്. അമേരിക്കയിൽ പോകാമെന്ന് തന്നെ വെക്കാം, പക്ഷേ നമ്മുടെ കയ്യിൽ അതിന് മാത്രം കാശ് എവിടുന്നാ? ഒന്നാലോചിച്ചാൽ അതും ശരിയാ. അപ്പോൾ നമ്മൾ നേരെ കിണ്ണാകൃതിക്കാട്ടിൽ പോകുന്നു. നാശം. ആ അലാറം ഒന്ന് ഓഫാക്കടേ. അത് അലാറമല്ല, ഫോണാ. ഫോണോ? ആരാ ഇത്ര രാവിലെ വിളിക്കാൻ? ഹലോ, ടൈഗർ പോലീസ് ഹിയർ. എന്ത്?